കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഇന്ന് ഈ പകൽ മഹത്വപ്പെടട്ടെ. ഒരു വിശുദ്ധ സഭായോഗം കൂടി നമുക്ക് ഒന്നിച്ചു കൂടുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ലോകം മുഴുവൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും IPC ഹോറെ വർഷിപ്പ് സെൻറ്റർ വെള്ളനാട് സഭയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ കണ്ണുകളടച്ച് ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭായോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ദയവായിട്ട് ഒരു പായോ ഒരു കാർപ്പറ്റോ എടുത്ത് നിലത്ത് വിരിച്ച് കഴിവുള്ളവർ മുഴങ്കാലുകളും മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ അടുത്ത 1 മണിക്കൂർ സമയമുള്ള സഭായോഗം ഹല്ലേലൂയ വളരെ അനുഗ്രഹമായി തീരുവാൻ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരങ്ങളിലേക്ക് ദൈവാത്മാവിൻ്റെ സ്പർശനം വെളിപ്പെടുന്നത് അറിയുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏദൻ പൂങ്കാവനത്തിൽ മനുഷ്യന് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ കാലച്ചട്ട കേട്ട് മനുഷ്യൻ ഭയപ്പെട്ടതുപോലെ ഇന്ന് ഈ പകലിൽ ദൈവത്തിൻ്റെ കാലച്ച നമ്മുടെ കർണപ്പുടങ്ങൾ മുഴങ്ങുവാൻ എല്ലാവർക്കും അല്പസമയം സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരാഴ്ച മുഴുവൻ ഞങ്ങളെ കാത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ സർവശക്തനായ ദൈവമേ, ഈ മനോഹരമായ പകൽവേളയിൽ അവിടുത്തെ അടുക്കലേക്ക് ഞങ്ങൾ ഒന്നിച്ച് കടന്നു വരുന്ന കർത്താവേ, ഈ 23-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ലോകം മുഴുവൻ കർത്താവെ ഞങ്ങളോട് കൂടെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപ മക്കളുടെ മേൽ പകരുമാറണമേ. IPC വെള്ളനാട് സഭയിലുള്ള ദൈവമക്കളെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ആയിരിക്കുന്ന ഭവനങ്ങളിൽ അവിടുത്തെ കൃപ അവിടുന്ന് പകരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ വീക്ഷിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും ഈ സഭായോഗം ഒരു ബ്ലെസ്സിംഗ് ആയി മാറുവാൻ ദൈവം ഇടയാക്കണമേ. മനോഹരമായ ഗാനങ്ങളെ പാടി ആരാധിക്കുവാൻ അവിടുത്തെ മക്കളെ അധികാരപ്പെടുത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല സങ്കീർത്തനം തരണമേ. നല്ല കർത്താവെ വചന ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുമാറുകയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഈ മഹാമാരിയാൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കേരള സംസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മന്ത്രിമാരെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ ആമേൻ ആമേൻ. കർത്താവിന് മഹത്വം. തുടർന്ന് IPC ഹോറെ വർഷിപ്പ് സെൻറ്റർ സഭയിലെ കൊയറിനോട് ചേർന്ന് നമുക്ക് പാടി നമ്മുടെ കർത്താവിനെ ഒന്നിച്ചാരാധിച്ച് മഹത്വപ്പെടുത്താം. പ്രൈസ് ലോർഡ്. നിത്യമായി സ്നേഹിച്ചെന്നേ
യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ സൗഖ്യദായകൻ എന്നീശു ആടിപ്പിടരാൽ സൗഖ്യം നൽകി സൗഖ്യദായകൻ എന്നീശു ആടിപ്പിടരാൽ സൗഖ്യം നൽകി ആശ്രയം നീ എന്റെ നാഥാ എത്ര മാധുര്യം ജീവിതത്തിൽ ആശ്രയം നീ എന്റെ നാഥാ എത്ര മാധുര്യം ജീവിതത്തിൽ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്ക് യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ഒരു യോഗ്യതയില്ലായിരുന്ന നമ്മെ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്ന നമ്മെ ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുത്ത ദൈവത്തെ പാടി ഇന്ന് പകൽക്കാലം വളരെ ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാനില്ലേ കൃപ ഒന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലേ കൃപ ഒന്നു മാത്രം യേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാനില്ലേ കൃപ ഒന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലേ കൃപ ഒന്നു മാത്രം യേശുവേ ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ ഗതസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ അതിദാരുണമ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ അതിദാരുണമ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാനില്ലേ കൃപ ഒന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ലേ കൃപ ഒന്നു മാത്രം യേശുവേ എനിക്കായി മരിപ്പാൻ എനിക്കായി
എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയ ഒന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയ ഒന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. സമരയിലും അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. സമരയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയ ഒന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയ ഒന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങെ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ
തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപ ഒന്നു മാത്രം യേശുവേ. 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 കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഒരുമിച്ചായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം യോഗ്യത തന്ന ദൈവത്തെ, അർഹതയില്ലാത്ത ദാനം നൽകിയ ദൈവത്തെ ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ഈ പകൽക്കാലം മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വളരെ മനോഹരമായി കർത്താവിനെ ആരാധിപ്പാൻ ദൈവത്തിന് ഭാഗ്യം നൽകി. ഇന്ന് നടക്കുന്ന വചന ശുശ്രൂഷ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കാം. വളരെ നല്ല സങ്കീർത്തനം ദൈവം നമുക്ക് തരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്നായിട്ട് ആരാധന ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരെ, കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിപ്പാൻ പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ സഹായിപ്പാൻ കഴിവുള്ള കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ മിനി ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ഭവനങ്ങളിൽ കർത്താവേ ആയിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലത്തെ ആരാധന സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ, അങ്ങയുടെ ആത്മാവിൽ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ, നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലത്തെ ആരാധന ദൈവം അനുഗ്രഹിക്കണമേ. പാട്ട്, പ്രാർത്ഥന, സങ്കീർത്തനം എല്ലാം അങ്ങയുടെ ആത്മാവിൽ തുടങ്ങി അങ്ങയുടെ ആത്മാവിൽ അവസാനിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ വിശ്വാസ മക്കളെയും കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരെല്ലാവരും ദൈവം സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മഹാമാരിയുടെ നടുവിൽ ഞങ്ങളുടെ വിശ്വാസ മക്കളെല്ലാവരും ദൈവം സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ദോഷവും വരാതെ വേണം അങ്ങയുടെ ചിറകിൻ്റെ മറവി ദൈവം മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലത്ത് കർത്താവെ ആരാധന ദൈവം അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാടുന്ന നിന്റെ മക്കളെ ദൈവം ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ താലൂക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പഞ്ചായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രാജ്യം മുഴുവൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കർത്താവെ, ഈ മാരകമായ രോഗത്തിൽ നിന്നും ദൈവം ഒരു വിടുതൽ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിന് 5 വൻകരകളിൽ ഇരുന്ന് കർത്താവെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവദാസന്മാരെ, കുടുംബങ്ങളെ, തലമുറകളെ, എല്ലാ വിശ്വാസ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രോഗവ്യാപനം കുറയുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് പകൽക്കാലം എല്ലാ മക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലത്തെ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ ഈ ദൈവിക സാന്നിധ്യത്തിൻ്റെ മറവി ദൈവം ഞങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ അങ്ങയുടെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജു മുമ്പോട്ട് കടന്നു വന്ന് 116 സങ്കീർത്തനം വായിച്ച് നമ്മെ സഹായിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നാം ആയിരിക്കുന്ന ഇടത്തിൽ ഇരുന്നു കൊണ്ട് 116 സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാം. 116 സങ്കീർത്തനം. യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ യഹോവയെ സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും യഹോവയെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ എൻ്റെ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, യഹോവ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അങ്ങ് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും
എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവിടത്തേക്ക് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവിടുത്തെ സകല ജനവും കാണുകെ കഴിക്കും. യഹോവ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ അവിടുത്തെ ദാസനാകുന്നു. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ മകനും തന്നെ. അങ്ങൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവിടുത്തെ സകല ജനവും കാണുകയെ കഴിക്കും. യഹോവയെ സ്തുതിപ്പീൻ. ഈ തിരുവചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിധം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിധം പോൽ. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ആമേൻ. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിധം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിധം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നു മാറിയപ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നു മാറിയപ്പോൾ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിധം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിധം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയിൽ മുഴക്കിടുമ്പോൾ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയിൽ മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും
ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുണിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുണിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുണിടണേ. ഇനിയും നടത്തണ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുണിടണേ. ഇനിയും നടത്തണ തിരുഹിതം പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റൊരു ഉടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. ഉറ്റൊരു ഉടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. നീ മാത്രമാണെന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണെന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ. ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ. ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ഏതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഏതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 എല്ലാവർക്കും ചേർന്ന് ചില മിനിറ്റുകൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ആരാധിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ജയം തന്ന ദൈവത്തെ, നമുക്ക് സമാധാനം തന്ന ദൈവത്തെ, നമുക്ക് സൗഖ്യം തന്ന ദൈവത്തെ, നമുക്ക് കടഭാരം മാറ്റി തന്ന ദൈവത്തെ, നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റിയ ദൈവത്തെ, പകർച്ചവ്യാധിയിൽ നിന്ന് നമ്മെ വിടുവിച്ച ദൈവത്തെ എല്ലാവരും ചില മിനിറ്റുകൾ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് ആ വരുന്ന പകൽക്കാലം ഒരുമിച്ച് ആരാധിച്ചാട്ടെ. സ്ഥലകാലങ്ങൾ മറന്നുകൊണ്ട് പകൽക്കാലം നമുക്ക് ജീവൻ തന്ന ദൈവത്തെ, നമുക്ക് ശക്തി തന്ന ദൈവത്തെ, നമുക്ക് കൃപ തന്ന ദൈവത്തെ, നമുക്ക് സമാധാനം തന്ന ദൈവത്തെ, നമ്മുടെ കുടുംബത്തിനകത്ത് ആമേ മരണത്തെ ദൈവം മാറ്റിയതിനാ ഇന്ന് പകൽക്കാലം എല്ലാവരും ചില മിനിറ്റുകൾ അതരബലമെന്ന സ്തോത്രയാഗ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിച്ചാട്ടെ. ആരാധിപ്പാൻ യോഗ്യനായ ദൈവത്തെ, ആമേ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവത്തെ, ഊണവരാജന ഘടകരകത്തുന വൈശവനാഥന തുരവൈഡ ദീവാരാജന വൈഡാരകന മധുരം ധാരേ വൈശവരാധ വൈഡ പ്രൗഢ ദീവാരാജന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം നാം ഇരിക്കുന്ന ഭവനത്തിനകത്ത് ഒരു ദൈവത്തിന്റെ തേജസ്, നാം ഇരിക്കുന്ന ആലയത്തിനകത്ത്, നാം ഇരിക്കുന്ന ഇടത്തിനകത്ത് ഒരു ദൈവത്തിന്റെ ചലനം ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പരിവർത്തിക്കട്ടെ. ആ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞു ദൈവം. ആമേ, ഈ അന്ത്യകാലത്തിന്റെ അടുത്ത് ആമേ യുഗത്തിന്റെ കടശയിലേക്ക് നാം ആമേ ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് പകൽക്കാലം നമ്മെ ശക്തീകരിക്കുന്ന ദൈവം, നമ്മെ സുഖം തരുന്ന ദൈവം, നമുക്ക് സമാധാനം തരുന്ന ദൈവം, നമ്മെ കുടുംബത്തിനകത്ത് അനർത്ഥത്തെ മാറ്റുന്ന ദൈവം, നമുക്ക് നിത്യ സമാധാനം തരുന്ന കർത്താവിന് എല്ലാവരും ചില മിനിറ്റുകൾ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളെ മാറ്റിയ കർത്താവിന് ആമേ, നമ്മുടെ കുടുംബങ്ങളുടെ അകത്തുനിന്ന് മരണത്തെ മാറ്റിയ ദൈവത്തെ ഇന്ന് പകൽക്കാലം എല്ലാവരും ചില മിനിറ്റുകൾ ആ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഹൃദയം ആമേ, ഇന്ന് പകൽക്കാലം ഹൃദയാംഗമായ ഒരു ആരാധന ആമേ ഇന്ന് പകൽക്കാലം എല്ലാവരും ദൈവസന്നിധിയിൽ അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന, 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 ആരാധന. ഓ ആരാധന, 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 യേശുവിന് ആരാധന. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കാം. ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് ലോകത്തെ ദൈവം രക്ഷിപ്പാൻ, നമ്മുടെ രാജ്യത്തെ രക്ഷിപ്പാൻ, നമ്മുടെ സംസ്ഥാനത്തോട്, നമ്മുടെ ജില്ലയോട്, നമ്മുടെ വിളനാട് പഞ്ചായത്തിനോട് ദൈവം കരുണ കാണിക്കുമെന്നൊക്കെ പ്രാർത്ഥിക്കാം. ഈ ദൃശ്യമാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സകല കുടുംബങ്ങളുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹം വെളിപ്പെടുവാൻ, അവർക്ക് എന്താണോ ആവശ്യം ആ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ബിൻസി മുമ്പോട്ട് വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ നിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവസന്നിധിയിൽ പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ആമേ ഇന്ന് പകൽക്കാലം ഞങ്ങൾ കൂട്ടിയിരുത്തിയിരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേ, ലോകമെമ്പാടുമുള്ള ആമേ വിശുദ്ധന്മാരൊത്തൊരുമിച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാനും പാടുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നിരിക്കുന്ന വിലയേറിയ ഭാഗ്യത്തിനായി ഇന്ന് പകൽക്കാലം നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആമേ, ഇന്ന് പകൽക്കാലം കർത്താവ് ദൈവത്തിന് മാറ്റമില്ലാത്ത കൃപ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ലോകമെമ്പാടുമുള്ള കർത്താവേ, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ, പൂർണ്ണമായ സന്തോഷവും സമാധാനവും ദൈവം നൽകുമാറാകണം. വിടുതലിൻ്റെ കരം ഇന്ന് പകൽക്കാലം അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ, അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ കരം ഇന്ന് പകൽക്കാലം ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഓരോ ഭവനത്തിനകത്ത് ഇന്ന് പകൽക്കാലം ഇറങ്ങിച്ചേട്ടലെത്തും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ, സ്വർഗ്ഗത്തിന് ഭൂമിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ആമേൻ അധികാരത്തോടെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ, ഇന്ന് പകൽക്കാലം കർത്താവേ ലോകത്തിൻ്റെ തെരുവീതികളിലായിരിക്കുന്ന ആമേൻ പോലീസുകാർക്കും
അതുപോലെ തന്നെ കർത്താവെ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് രോഗികൾക്ക് ശുശ്രൂഷിപ്പാനുള്ള ദൈവത്തിൻ്റെ കൃപ ഓരോ മക്കളുമേലും അവർ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിരിക്കപ്പെട്ട ചിറകിന്മേൽ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ മാറ്റമില്ലാത്ത വചന ദൈവമേ ഞങ്ങൾക്ക് അവിടെ നിന്ന് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ച നമുക്ക് ജീവിപ്പാൻ ആവശ്യമായ സ്വർഗത്തിലെ മന്ന അവിടെ നിന്ന് കർത്തദാസനിൽ കൂടെ വിളമ്പുവാനുള്ള ശക്തി ദൈവദാസന് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആദ്യോടെ അന്ന് ദൈവം തന്നെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും മൂടി മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ മഹനീയമായ പകൽ വാഴ്ത്തപ്പെടട്ടെ. ദൈവവചനവും യേശു കർത്താവിൻ്റെ സാക്ഷ്യ നിമിത്തം നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകിയ അസുലഭ നിമിഷത്തിനായിട്ട് കർത്താവിന് സ്തോത്രം. ലോകമെമ്പാടും എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വെള്ളനാട് IPC ഹോറെ വർഷിപ്പ് സെൻറ്റർ ദൈവസഭയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം ഇന്ന് പകൽ നിങ്ങളെ അറിയിക്കുകയാണ്. ഭയത്തിൻ്റെയും വേദനയുടെയും നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും ഒക്കെ നടുവിൽ അത്ഭുതകരമായി അതിശയകരമായി തൻ്റെ സഭയെ ദൈവം പരിപാലിക്കുന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ദൈവസഭയെയും ദേശത്തെയും ഓർത്ത് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രസംഗിക്കുന്ന ഞങ്ങളെ ലോകമറിയുമ്പോൾ പ്രാർത്ഥിക്കുന്നവരെ ദൈവം അറിയുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന മറുപടിയായി ദൈവം നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്രയും വേഗം ഒന്നിച്ച് അതാത് ദൈവാലയങ്ങളിൽ കൂടി ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇന്ന് പകൽ വളരെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട കൊയറിനോടുകൂടെ ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഇന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില ചിന്തകൾ സ്തോത്രം പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമുക്ക് നൽകുന്ന ആത്മിക ദൂത് കേട്ട് അത് ഏറ്റെടുത്ത് ആത്മിക അനുഗ്രഹം പ്രാപിപ്പാൻ നിങ്ങൾക്ക് പ്രബോധനം നൽകിക്കൊണ്ട് തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാമത് വാക്യം. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. എൻ്റെ കാന്ത, എൻ്റെ സഹോദരി, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമേ, നല്ല ഈ പകൽ വിളയ്ക്കായി സ്തോത്രം. വായിച്ചു കേൾക്കപ്പെട്ട തിരുവെഴുത്ത് പ്രസംഗിപ്പാനുള്ള കൃപ തരണമേ. കേൾവിക്കാരുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറകണമേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ വചനം ഉറപ്പിക്കപ്പെടുന്ന പകലാക്കണമേ. ആരൊക്കെ വചനം കേൾക്കുന്നോ അവരെയൊക്കെ ഈ വചനത്തിൻ്റെ ശക്തി സ്പർശിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ജീവനുള്ള നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിപ്രാധാന്യമുള്ള ഒരു ചരിത്ര പുരുഷനാണ് ദാവീദ് രാജാവ്. അദ്ദേഹത്തിൻ്റെ വാഗ്ദത്ത സന്തതിയായിരുന്നു ശലോമോൻ. അദ്ദേഹം ചില സങ്കീർത്തനങ്ങളും ഉത്തമഗീതവും സഭാപ്രസംഗിയും പിന്നെ സ്തോത്രം ചെയ്യുന്നു മറ്റ് ചില ആലോചനകളും നമുക്ക് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായ, മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറമായി ചിന്തിക്കാൻ കൊള്ളാകുന്ന നിരവധി കാര്യങ്ങൾ അദ്ദേഹം നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അതിൽ അനുഗ്രഹീതമായൊരു പുസ്തകമാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം. ജീവിതത്തിനകത്തുള്ള പ്രായോഗിക ഉപദേശങ്ങൾ മുഴുവൻ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നാം ഇന്ന് വായിച്ചത് വാസ്തവത്തിൽ ലോകപ്രകാരം നോക്കുമ്പോൾ ഒരു പ്രേമ കഥയുടെ സമാഹാരമാണ്. ഒരു പ്രേമ കഥയുടെ സമാഹാരം. ഒരു ഇടയച്ചെറുക്കനും ഒരു ശൂന്യംകാരത്തി പെണ്ണും തമ്മിലുള്ള സ്നേഹബന്ധത്തെ യേശുക്രിസ്തു എന്ന മണവാളനും സഭ എന്ന മണവാട്ടിയും തമ്മിൽ ഒന്നിപ്പിച്ച് കോർത്തിണക്കി പഠിപ്പിക്കുന്ന വളരെ ആധികാരികമായ ആലങ്കാരികമായ പ്രയോഗങ്ങളടങ്ങിയ ഒരു ആത്മീകനെ വായിച്ചാൽ അകത്ത് ഉല്ലാസം ഉണ്ടാകുന്ന അനുഗ്രഹീതമായൊരു പുസ്തകമാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം. ഇവിടെ ദൈവത്തിന് സ്തോത്രം. ആ ഉത്തമഗീതങ്ങളുടെ പശ്ചാത്തലം ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സ്തോത്രം മണവാളനാകുന്ന ക്രിസ്തു അല്ലെങ്കിൽ ഇടയച്ചെറുക്കൻ സ്തോത്രം മണവാട്ടി സഭയെക്കുറിച്ച് അല്ലെങ്കിൽ ശൂന്യകാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ആലങ്കാരിക പ്രയോഗം. എൻ്റെ പ്രിയ, എൻ്റെ കാന്ത അല്ലെങ്കിൽ എൻ്റെ സഹോദരി, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, മുദ്രയിട്ടിരിക്കുന്ന ഒരു നീരുറവ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയെ, വേർതിരിക്കപ്പെട്ട ദൈവസഭയെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അപ്പം നുറുക്കുകയും അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ കേട്ടും
ആമേൻ വേർപാടനുഷ്ഠിച്ചും പ്രാർത്ഥന കഴിച്ചും കൂട്ടായ്മ കാണിച്ചും പോകുന്ന ദൈവത്തിൻ്റെ സഭയെ കുറിച്ച് മണവാളനാകുന്ന ക്രിസ്തു അല്ലെങ്കിൽ സഭയുടെ ഉടമസ്ഥനാകുന്ന കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഈ പ്രസ്താവന. അതായത് യേശുക്രിസ്തുവിൻ്റെ സഭ കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറാണ്. നമുക്കറിയാം, യാമേ സ്തോത്രം, കെട്ടിയടക്കുക എന്ന് പറയുന്നത് ഒരു വേലിയെയോ ഒരു മതിലിനെയോ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം അറിയാതെ നമ്മുടെ ദൃശ്യം കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും നമ്മെ സൂക്ഷിക്കുന്ന ഒരു മതിൽ, സൂക്ഷിക്കുന്ന ഒരു വേലി നമുക്ക് ചുറ്റുമുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിലും ഞാനും നിങ്ങളും ജീവനോടെ കാണുകയില്ലായിരുന്നു. അതൊന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ദൃശ്യം കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ദൈവിക സംരക്ഷണ വലയം നമുക്ക് ചുറ്റുമുണ്ട്. സഭ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കെട്ടിടമല്ല. സഭ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ദൈവാലയമല്ല. സിമന്റ് കൊണ്ടും കളിമണ്ണ് കൊണ്ടും മറ്റ് വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മാർബിൾ സൗധങ്ങളല്ല. കണ്ണാടി സ്തോത്രം ചെയ്യുന്നു ആമേ കണ്ണാടി ചില്ലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ കെട്ടിടങ്ങളല്ല, സൗധങ്ങളല്ല. പിന്നെയോ സഭ എന്ന് പറയുന്നത് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഈ സഭയ്ക്ക് ചുറ്റും സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ നിങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ വേലിയുണ്ട്. ആ വേലിക്ക് മലാക്കി പ്രവാചകൻ പറയുന്ന പ്രസ്താവന ഇതാണ്: തീ കൊണ്ടുള്ള ഒരു മതിൽ, തീയുടെ മതിൽ, അഗ്നിയുടെ മതിൽ. അഗ്നിയുടെ മതിൽ ചാടിക്കടന്നവയെ ആക്രമിക്കുവാൻ ഉലകത്തിന് ഒരു ശക്തിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇത്രയും ആരോഗ്യത്തോടെ ഇന്ന് രാത്രി നിങ്ങളുടെ മുന്നിൽ നിൽപ്പാൻ എനിക്ക് ഭാഗ്യം നൽകിയത്, കേൾക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകിയത്. ദൈവത്തിൻ്റെ തോട്ടമായ സഭയെക്കുറിച്ചാണ് ചില ദൂതുകൾ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ഒരു തോട്ടം കാണുവാൻ കഴിയും. ദൈവത്താൽ സ്ഥാപിതമാക്കപ്പെട്ട മനോഹരമായൊരു തോട്ടം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാമത് വാക്യം. യെസ്, വായിച്ചോളൂ. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. മതി. വളരെ ചുരുക്കമായി ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. യഹോവയായ ദൈവം പ്രപഞ്ചത്തെ ഉണ്ടാക്കുവാനുള്ളൊരു കാരണം, സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തെ മറയ്ക്കുന്ന കെരൂബായിരുന്ന ലൂസിഫർ വെട്ടേറ്റ് നിലത്ത് വീഴുകയാണ്. അതിന് കാരണം ദൈവത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ അവന്റെ സിംഹാസനം വയ്ക്കുമെന്നും ഉത്തരദിക്കിന്റെ സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളുമെന്നും അത്യുന്നതനോട് സമനാകുമെന്നും ഒക്കെ പറഞ്ഞ് ഹൃദയത്തിൽ സാഹസം കൊണ്ട് നിറഞ്ഞ് അഹങ്കരിച്ച ലൂസിഫർ എന്ന പ്രധാന ദൂതന്മാരിൽ ഒരാളിനെ ദൈവം ചിറക് വെട്ടി താഴേക്കിടുകയും അവൻ്റെ കൂടെ കോടാനുകോടി ദൂതന്മാർ ആകാശമണ്ഡലത്തിൽ വന്നു വീണ് താമസമർപ്പിക്കുകയും പിന്നെ സ്വർഗം ശൂന്യമായ ഭാഗം ഫില്ല് ചെയ്യാൻ ദൈവം ദൂതന്മാരെ സൃഷ്ടിക്കലെന്ന് തീരുമാനിച്ച ദൈവം പാഴും ശൂന്യമായ ഈ ഭൂമിയെ ദൈവം റീക്രിയേറ്റ് ചെയ്ത് മനുഷ്യരെ ഉണ്ടാക്കുകയും ആ മനുഷ്യരോട് സന്താന പുഷ്ടികളവരെ പെരുകി ഭൂമിയിൽ നിറയണം, നിങ്ങളെ കൊണ്ടുവച്ച് വേണം എനിക്ക് സ്വർഗം നിറയ്ക്കാൻ എന്ന് ദൈവം കൽപ്പിക്കുകയും ആ മനുഷ്യരെ പാർപ്പിക്കുവാൻ ഒരു തോട്ടമുണ്ടാക്കുകയും ചെയ്തു. ആ തോട്ടത്തിൻ്റെ പേരാണ് ഏദൻ തോട്ടം. കിഴക്കെന്ന് പറഞ്ഞ എത്യോപ്യയിലായിരിക്കണം. ലോകത്തിൽ റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കാത്ത ഒരു മേഖലയാണത്. നാസയിൽ നിന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയാണ്. റഡാർ പ്രവർത്തിച്ച് നോക്കി, അവർ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും റഡാർ വർക്ക് ചെയ്ത് നോക്കി. പക്ഷേ ഒരു കിഴക്ക് ഭാഗം എത്തിയപ്പെട്ട ഭാഗം ചെല്ലുമ്പോൾ റഡാർ വർക്ക് ചെയ്യുന്നില്ല. കാര്യമെന്തെന്ന് അവർക്കറിയത്തില്ല. ആ ഭാഗം ഇന്ന് ലോകത്തിൻ്റെ കൺമുമ്പിൽ ദൈവം മറച്ചു വച്ചിരിക്കുന്നു. കാരണം ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അവിടെ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കണം, ഏദൻ തോട്ടം കണ്ടുപിടിച്ചില്ലെന്ന് വെച്ച് ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിച്ചത് കൊണ്ട് ഏദൻ തോട്ടം ദൈവം മറച്ചു വച്ചിരിക്കുന്ന ഉലകത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഏദൻ തോട്ടത്തിന്റെ പ്രത്യേകത? വെയിലാറുമ്പോൾ അപ്പൻ മക്കളെ കാണുവാൻ ജോലി കഴിഞ്ഞ് പലഹാരപ്പൊതിയുമായി വീട്ടിലേക്ക് നടന്നെടുക്കുമ്പോൾ മക്കൾ ഓടി വന്ന് അപ്പൻ്റെ കയ്യിലിരിക്കുന്ന പലഹാരപ്പൊതി മേടിച്ച് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നത് പോലെ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്ന ദൈവം ഏദൻ തോട്ടത്തിൽ താനുണ്ടാക്കിയ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യനെ കാണുവാൻ അടുത്ത് വരുമ്പോൾ ഓടി വന്ന് ആലിംഗനം ചെയ്യുന്ന രണ്ട് മക്കൾ ആദാമും ഹവയും. ഇവരെ തമ്മിൽ തെറ്റിക്കുവാനും ദൈവത്തെയും ഇവരെയും തമ്മിൽ അകറ്റുവാനും
തൻ്റെ പദ്ധതി ഭൂമിയിൽ നിറവേറ്റുവാൻ സമ്മതിക്കുകയില്ല എന്ന് ദൈവത്തെക്കുറിച്ച് സാത്താൻ സങ്കല്പിക്കുകയും ഇഴജന്തു ഡിസൈഡിങ് പവർ കൂടുതലുള്ള എന്ന് പറഞ്ഞാൽ 50 അടി അപ്പുറത്ത് വരുമ്പോഴേ പാമ്പിന് ചലനങ്ങൾ അറിയുവാൻ കഴിയും. ഡിസൈഡിങ് പവർ അധികമുള്ള ഒരു ജീവിയാണ് പാമ്പ്. അവനെക്കുറിച്ച് ബൈബിൾ പറയുന്നു കൗശലബുദ്ധിയുള്ള ജീവിയാണ്. ഈ കൗശലബുദ്ധിയുള്ള പാമ്പിൻ്റെ അകത്ത് ഇവർ പ്രവേശിക്കുകയും അന്ന് മനുഷ്യരോട് സംസാരിക്കുന്ന മൃഗങ്ങളും മനുഷ്യരുമായിട്ട് ഇടകലരുന്ന കാലം സ്തോത്രം ഏദൻ തോട്ടത്തിൽ ഒറ്റയ്ക്ക് കറങ്ങി നടന്ന ഹവ്വയുടെ അടുക്കലേക്ക് ഇവൻ വരികയും ഇവളെ വഞ്ചിച്ച് 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 വളരെ ബുദ്ധിപൂർവം ഇവളെ കൈക്കലാക്കി തൻ്റെ പദ്ധതി ഇവൻ നിവർത്തിക്കുകയും ചെയ്തു. ഒന്നാമത്തെ തോട്ടം ദൈവമുണ്ടാക്കിയ തോട്ടം, അതിൻ്റെ അകത്ത് പാമ്പിന് അവസരം കൊടുത്ത മനുഷ്യർ വഞ്ചിക്കപ്പെട്ടു പോയി. ഇന്ന് കേൾക്കുന്ന ദൈവബദലെ നിന്റെ കുടുംബജീവിതം എന്ന തോട്ടം, നിന്റെ ഭവനമാകുന്ന തോട്ടം, ദൈവസഭയാകുന്ന തോട്ടം, ഇതിൻ്റെ അകത്ത് വഞ്ചിക്കുന്ന പാമ്പിന് അറിഞ്ഞോ അറിയാതോ ഇടം കൊടുത്താൽ പ്രൈസ് ദി ലോർഡ് നാം വഞ്ചിക്കപ്പെടും എന്ന കാര്യം മറക്കരുത്. ഏതാണ് ഈ പാമ്പ്? സകല മാനവ കുലത്തെയും നശിപ്പിക്കുവാൻ ഇന്ന് ഉലകത്തിൽ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാമ്പ്. ഈ പാമ്പല്ലേ നിമ്രോദനെ എഴുന്നേൽപ്പിച്ചത്? ഈ പാമ്പല്ലേ ഭക്തന്മാരെ തകർത്തത്? ഈ പാമ്പല്ലേ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ വെച്ച് കടിച്ചു കൊല്ലുവാനിടയായിത്തീർന്നത്? ഈ പാമ്പല്ലേ ഫറവോന്റെയും ചക്രവർത്തിമാരുടെയും തലയിൽ വെച്ചിരിക്കുന്ന കിരീടത്തിൽ സിംബലായിട്ടിരിക്കുന്നത്? എന്തിനേറെ പറയുന്നു, ഈ പാമ്പല്ലേ ഇന്നത്തെ മെഡിക്കൽ കോളേജിന്റെ ഗേറ്റിന്റെ മുകളിൽ സ്തോത്രം രണ്ടായി പിരിഞ്ഞ് ചുറ്റിയിരിക്കുന്നത്? ഇന്നത്തെ രോഗത്തിനെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന്റെ സിംബലിൽ ഇരിക്കുന്നതും ഈ പാമ്പല്ലേ? ഈ പാമ്പ് ഇന്ന് മനുഷ്യനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ദൈവത്തിന്റെ സഭയാകുന്ന തോട്ടത്തെ നശിപ്പിച്ചു കളയുവാൻ, വ്യക്തിബന്ധങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ തെറ്റിപ്പിക്കുവാൻ, പാപത്തിന്റെ മോഹങ്ങൾ കൺമുമ്പിൽ കാണിച്ച് ഇത് തിന്നാൻ കൊള്ളാം, ഇത് കാണാൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ വഞ്ചിച്ച് ഇന്നും ഹല്ലേലൂയ പാപം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജഡമോഹത്തിലൂടെയും കൺമോഹത്തിലൂടെയും മനുഷ്യരെ വഞ്ചിച്ച് നരകത്തിലേക്ക് തള്ളിയിടുവാൻ നോക്കുന്ന ആ പഴയ പാമ്പിന്റെ ശക്തി ഇന്നും നിന്റെ തോട്ടത്തിന് അടുത്തുണ്ട്, മറക്കരുത്. അവൻ ഇടം കൊടുത്താൽ അവന് കയറും, അവന് കയറിയാൽ നിന്നെ വഞ്ചിക്കും. നീ വഞ്ചിക്കപ്പെട്ടാൽ ദൈവം നിന്നുള്ള ബന്ധം മുറിയും, മുറിഞ്ഞാൽ നിന്റെ കുടുംബം ശപിക്കപ്പെടും, ശപിക്കപ്പെടാൻ നിന്റെ തലമുറ ശപിക്കപ്പെടും, തലമുറ ശപിക്കപ്പെട്ടാൽ നിന്റെ കുടുംബത്തിന് പേരില്ലാതാകും. അത് മാത്രമല്ല നിത്യതയും നിനക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ദൈവമുണ്ടാക്കിയ നിന്റെ കുടുംബം എന്ന തോട്ടം, സഭ എന്ന തോട്ടത്തിനകത്ത് പാമ്പ് പ്രവേശിക്കാൻ ഇടം കൊടുക്കരുത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ കാണുന്ന തോട്ടം ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. അവിടെ നമുക്കൊരു തോട്ടം കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ഭക്തനായ ഒരു മനുഷ്യന് നേരെ ചാടി അടുക്കുന്ന ഒരു സിംഹത്തെ കാണാം. വായിക്കാം. ന്യായാധിപന്മാർ 14-ാം അധ്യായം 5-ാമത് വാക്യം. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിബ്നയിലേക്ക് പോയി തിബ്നയ്ക്ക് അരികെയുള്ള മുന്തിരി തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന് നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. മതി. ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. ഇത് ശിംശോനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ്. എല്ലാവർക്കും അറിയാം ശിംശോൻ ആരാണ്. മനോഹയ്ക്ക് ദൈവം കൊടുത്ത ഒരു വാഗ്ദത്ത സന്തതിയായിരുന്നു ശിംശോൻ. ജനിക്കുമ്പോഴേ പറഞ്ഞു അവൻ്റെ തലമുടി വെട്ടുവാൻ പാടില്ല, അവൻ നാസീർ വ്രതസ്ഥനായിരിക്കണം, തൈരും തേനും കൊണ്ട് ഉപജീവനം കഴിക്കണം, മറ്റ് സ്തോത്രം മാംസാഹാരങ്ങൾ കഴിക്കുവാൻ പാടില്ല, അവന് വിവാഹം ചെയ്യാൻ പാടില്ല, സ്ത്രീയുടെ അടുക്കൽ ചെല്ലാൻ പാടില്ല, മുന്തിരിവള്ളിയുടെ അനുഭവം അവൻ അനുഭവിച്ചുകൂടാ, ദൈവത്തിന് ചത്തുപോയ ഒരു മൃഗത്തിൻ്റെയോ മരിച്ചുപോയ മനുഷ്യൻ്റെയോ ജഡത്തിൽ അവൻ സ്പർശിച്ചുകൂടാ. ഈ നിയമങ്ങൾ നിലവിലിരിക്കെ അപ്പനോടും അമ്മയോടും കൂടെ തിമ്നയ്ക്ക് ഒരു കല്യാണാലോചനയ്ക്ക് വേണ്ടി പോകുന്ന ഒരു ശിംശോനെ കാണുവാൻ കഴിയും. പോകുന്ന വഴിക്ക് ദൈവഹിതമല്ലാത്ത റൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതാ പതുങ്ങിക്കിടന്ന ഒരു ബാലസിംഹം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിക്കാനിടയായി, കഴിഞ്ഞ എപ്പിസോഡ് ചിന്തിക്കാനിടയായി ബാലസിംഹത്തിന്റെ പ്രത്യേകത. ഉൽപ്പത്തി പുസ്തകം 49:9 വായിക്കുന്നു, ബാലസിംഹം ആമേ സിംഹി പോലെ പതുങ്ങിക്കിടന്ന് ഇരപിടിക്കാതെ കയറി വരികയില്ല. അത്രയും കരുത്തുള്ള, അത്രയും ശക്തിയുള്ള ബാലസിംഹം ഇതാ ഈ മുന്തിരിത്തോട്ടങ്ങളുടെ അടുക്കൽ പതുങ്ങിക്കിടക്കുന്നു. ഒന്നാം തോട്ടത്തിൽ പാമ്പ് പതുങ്ങിക്കിടന്നെങ്കിൽ
രണ്ടാം തോട്ടത്തിൽ ബാലസിംഹം പതി കിടക്കുന്നു. എന്തിന്? അഭിഷേകമുള്ള ദൈവഭക്തനെ തകർക്കുവാൻ. എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരെ, എന്നെ കേൾക്കുന്ന ശ്രേഷ്ഠ ദൈവമക്കളെ, അഭിഷേകം പ്രാപിച്ചവരെ, ദൈവം നിന്നെക്കുറിച്ച് ഒരു പദ്ധതി നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ സ്തോത്രം പൂർത്തീകരണം നിർവഹിക്കുന്നതിന് ഒരു ഭാഗം വഹിപ്പാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ വഴിയിൽ വെച്ച് തകർത്ത് കളയുവാൻ ഒരു ബാലസിംഹം പതുങ്ങി കിടപ്പുണ്ട്. അറിയാതിരിക്കരുത്. ഏത് വിധത്തിലെങ്കിലും ചാടി വീഴുവാൻ അവൻ പതുങ്ങിയിരിപ്പുണ്ട്. എപ്പോഴാണ് അഭിഷക്തന്മാർ ഇവൻ തകർക്കുന്നതെന്ന് ചോദിച്ചാൽ, അഭിഷക്തന്മാർ വ്യവസ്ഥ വിട്ടു പോകുമ്പോൾ തകർക്കപ്പെടും. ദൈവം അരുതെന്ന് പറഞ്ഞിട്ടുള്ളതിലേക്ക് നീ പോയാൽ, മുന്തിരിത്തോട്ടങ്ങളിൽ ചെല്ലരുതെന്നും മുന്തിരിവള്ളിയുടെ അനുഭവം അനുഭവിക്കരുതെന്നും ദൈവം പറഞ്ഞിട്ടുള്ള ദൈവത്തിന് കൽപ്പന വിട്ട് പോയ ശിംശോന്റെ മേൽ ചാടി വീഴാതിരിക്കുമോ സിംഹം? ഒരവസരം അദ്ദേഹത്തിൻ്റെ മേൽ ആത്മശക്തി ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അതിനെ കീറിക്കളഞ്ഞു എന്നുള്ളത് മറ്റൊരു ഭാഗം. പക്ഷെ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഈ മുന്തിരിത്തോട്ടത്തിന് അടുക്കൽ നാം അറിയാതെ പതുങ്ങി കിടക്കുന്ന ബാലസിംഹത്തിന്റെ ശക്തിയുണ്ട്. ഇന്ന് പകൽ കുടുംബജീവിതങ്ങളെ തകർക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ അഭിഷേകത്തെ ചോദ്യം ചെയ്യുന്ന, ആരാധിക്കുന്ന ദൈവമക്കളുടെ ആരാധനയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന, ചില ബാലസിംഹത്തിന്റെ ശക്തിയെ കീറിക്കളയുന്ന ഒരു അഭിഷേകം എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ മേൽ വന്നിറങ്ങുന്ന ഒരു പകലാണ്. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മൂന്നാമത്തെ തോട്ടത്തിലേക്ക് നമുക്ക് ഓടി വരാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, വായിച്ചോളൂ. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരേണം. അത് എന്റെ അരമനയ്ക്ക് സമീപമല്ലോ. അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. വിവരിക്കുവാൻ എൻ്റെ മുമ്പിൽ സമയം പോരാ. ഇസബേലും ആഹാബും ഭരിച്ചു വാഴുന്ന സാമ്രാജ്യത്തിൻ്റെ ആഹാബിന്റെ കൊട്ടാരത്തിന്റെ അടുക്കൽ ഒരു കുന്നിൻ ചരിവിൽ പാവപ്പെട്ട ഒരു ദൈവഭക്തൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു മനോഹരമായ മുന്തിരിത്തോട്ടം. ഈ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് യെശയ്യാപ്രവചനം 5-ൽ വായിക്കുന്നത്, സ്തോത്രം, ഞാൻ എൻ്റെ പ്രിയതമൻ അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാട്ടുപാടും. ഇത് പാട്ടും പ്രാർത്ഥനയും ആരാധനയും ദൈവകൃപയുമുള്ള ഒരു മുന്തിരിത്തോട്ടമാണ്. ഈ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ, സ്തോത്രം, ഒരുവൻ വന്ന് അവിടുത്തെ രാജാവ് വന്ന് ചോദിക്കുകയാണ്, എനിക്ക് തരണം, എനിക്കത് ചീരത്തോട്ടമാക്കണം. എന്ത് സ്തോത്രം ചെയ്യുന്നു, നിർബന്ധ ബുദ്ധിയോടെ ചോദിക്കുന്നു എന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിർബന്ധ ബുദ്ധിയോടുകൂടെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കാൻ തരണമെന്ന് ചോദിക്കുമ്പോൾ നാബോത്തിന്റെ മറുപടി അവിടെ കാണാം. നാബോത്ത് പറയുന്നു, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശമായ ഈ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ അങ്ങയ്ക്ക് തരികയില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ ബുദ്ധിയോടെ ആഹാബിൻ്റെ ഭാര്യ ഈസബേല് ഒരു ഉപവാസം പ്രസിദ്ധീകരിച്ചു. പുസ്തകം വായിക്കുന്നവർക്കറിയാം, നിങ്ങൾ പിന്നത്തേതിൽ ബൈബിൾ വായിച്ചോളൂ, മനസ്സിലാകും. ഈസബേല് ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയിൽ അതൊരു ദൈവിക ഉപവാസമല്ലായിരുന്നു. ഇന്നും 2 ഉപവാസങ്ങൾ ഭൂമിയിലുണ്ട്. ഒന്ന് പൈശാചിക ഉപവാസവും 2 ദൈവിക ഉപവാസവും. എല്ലാ ഉപവാസത്തിലും ദൈവമില്ല. വ്യവസ്ഥയില്ലാത്ത ഒരു ആരാധനകളിലും ദൈവമില്ല. പ്രമാണമില്ലാത്ത ഒരു ആരാധനകളിലും ദൈവമില്ല. എല്ലാ പ്രയർ ഹാളുകളിലും ദൈവമില്ല. നിങ്ങൾ തിരിച്ചറിയണം. ഉപദേശമില്ലാതെ, നിത്യതയുടെ വെളിപ്പാടില്ലാതെ മദ്യപിക്കുന്നവനും പാപം ചെയ്യുന്നവനും 2 കല്യാണം കഴിക്കുന്നവനും ലോകത്തിൽ ഇഷ്ടമുള്ള വഴി നടക്കുന്നവനും കർത്തൃമേശ കൊടുക്കുന്നിടത്തും സ്നാനം കൊടുക്കുന്നിടത്തും ദൈവമില്ല. അവിടെ ആരാധന കാണും, കയ്യടി കാണും, തുള്ളൽ കാണും, അന്യഭാഷ കാണും, അത്ഭുതം നടക്കും, രോഗികൾ സൗഖ്യമാകും, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടും എന്ന് വെച്ച് അവിടെ ദൈവമുണ്ടെന്ന് വിചാരിക്കരുത്. എവിടെയാണ് ദൈവമുള്ളത്? ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ 2-ാം ലേഖനം 9-ാമത്തെ വാക്യം. 2 യോഹന്നാന്റെ ലേഖനം 9-ാമത്തെ വാക്യം മറക്കരുത്. വായിച്ചോളൂ 9-ാമത്തെ വാക്യം. യെസ്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവം ഇല്ല. അടുത്ത, ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. പിതാവും പുത്രനും ഉണ്ട്.
അപ്പോൾ ഉപദേശം ഉള്ളിടത്ത് ദൈവമുണ്ട്. അത്ഭുതങ്ങൾ ഉള്ളിടത്തല്ല ദൈവം. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കാനല്ല ദൈവം ഉലകത്തിൽ വന്നത്. എങ്കിൽ ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിനെ നോക്കി പടയാളിയിൽ ഒരുത്തൻ പറഞ്ഞു, നീ ദൈവപുത്രനല്ലേ, ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ കർത്താവിന് അത്ഭുതം കാണിക്കാമായിരുന്നു. ഒരു വലിയ മലയുടെ മുകളിൽ സാത്താൻ കൊണ്ട് നിർത്തിയിട്ട് ആത്മാവിൽ യേശുവോട് പറയുന്നു, ഈ കല്ല് അപ്പമായി തീരുക, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ കല്ല് അപ്പമാകട്ടെ എന്ന് പറഞ്ഞ അത്ഭുതം യേശു കാണിച്ചില്ല. യേശുവിന് അത്ഭുതം കാണിക്കലല്ല പണി. യേശുവിൻ്റെ പുറകെ വന്ന ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച കുറച്ചാളുകളെ യേശു സൗഖ്യമാക്കി എന്നുള്ളതല്ലാതെ അത്ഭുതങ്ങളല്ല യേശുവിൻ്റെ പ്രധാന കുത്തക. ഇന്ന് അത്ഭുതങ്ങളുടെ അടയാളുകളുടെ പുറകെ പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഉപദേശമുള്ളിടത്താണ് ദൈവമുള്ളത്. അല്ലാത്തടത്ത് വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ പേരാണ് ദുരാത്മാവ്. ബൈബിൾ ഭാഷയിൽ വെളിച്ചപ്പാടെന്നൊരാത്മാവ്. എൻ്റെ ശുശ്രൂഷയിൽ നൂറുകണക്കിന് ആളുകൾ, എനിക്ക് എണ്ണാൻ പറ്റത്തില്ല, നൂറുകണക്കിന് ആളുകളുടെ ശരീരങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ, അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞ, ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഈ വെളിച്ചപ്പാടിൻ്റെ ആത്മാവ് ഇളകിപ്പോയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് എൻ്റെ മൊബൈൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ സ്തോത്രം, ചില പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ പിശാചിളകിയോ പറഞ്ഞു, ഞാൻ ഇന്ന ആരാധനാലയത്തിൽ നിന്ന് കയറി, ഞാൻ ഇന്ന പ്രയർ ഹാളിൽ നിന്ന് കയറി. എല്ലാ പ്രയർ ഹാളിലും പരിശുദ്ധാത്മാവ് അല്ലെന്ന് പഠിക്കണം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കാത്ത, വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു തോട്ടത്തിലും ദൈവമില്ല. ദൈവമുള്ള തോട്ടം ഏത്? അത് സ്തോത്രം ചെയ്യുന്നു, ഉപദേശമുള്ള തോട്ടം. ആ ഉപദേശമുള്ള തോട്ടത്തെയാണ് എപ്പോഴും ഇസബേലിനും ആഹാബിനും തകർക്കുവാൻ നോട്ടം. നീ പാപം ചെയ്യുന്ന മനുഷ്യന്റെ കൂടെ നടന്നു നോക്ക്, നിന്നെ ആരും ഉപദ്രവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ ലോകത്തിൽ ലോകപ്രകാരം ജീവിക്കുന്ന മനുഷ്യന്റെ തോളിൽ കൈയിട്ട് നടന്നു നോക്ക്, നിനക്കൊരു പ്രശ്നം വരത്തില്ല. പക്ഷെ നീ വ്യവസ്ഥയിലോട്ട് തിരിഞ്ഞു നോക്ക്. യേശു പറഞ്ഞു, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സകല മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാകും. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. എല്ലാവരോടുമല്ല, തൻ്റെ സഭയെ നോക്കി പറഞ്ഞു, മണവാട്ടിയെ നോക്കി പറഞ്ഞു, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചത്. കാരണം എന്തെന്ന് അറിയാമോ? ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവവേദന പ്രതിസന്ധിയുണ്ട്. പക്ഷെ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ പഠിച്ചു നോക്ക് ചരിത്രം. ഒരു ദൈവവേദനും വ്യവസ്ഥയിൽ നിൽക്കുന്നവരാരും തകർന്നു പോകിയ ചരിത്രമില്ല. അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കഷ്ടതകളിലൂടെ കടത്തിവിട്ട് ദൈവരെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന വാത്സല്യ ദൈവവേദനെ, വ്യവസ്ഥയ്ക്ക് വേണ്ടി നിൽക്കുന്ന, നിന്നെ തകർക്കുവാൻ വരുന്ന ഒരു ശക്തികൾക്കും ഒരു ഇസബേലി വ്യാപാരങ്ങൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഒറ്റ സ്തോത്ര കണ്ടീഷൻ, വ്യവസ്ഥയില്ലാത്ത ഉപവാസത്തിന് നീ പോകരുത്. വ്യവസ്ഥയില്ലാത്ത ഉപവാസത്തിന് പോയ നാബോത്ത് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. ആ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ ആഹാബും ഇസബേലും അടുത്തു വന്നു. പക്ഷെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം ഇസബേലിന്റെ കൊട്ടാരത്തിൽ വെളിപ്പെട്ടു. ഇസബേലിന്റെ രക്തം നായ്ക്കൾ നക്കിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇന്നെ കേൾക്കുന്ന അഭിഷക്തന്മാര്, കഷ്ടതയിലൂടെ പടലെടുത്ത നിങ്ങളുടെ കുടുംബം എന്ന മുന്തിരിത്തോട്ടം, സഭ എന്ന മുന്തിരിത്തോട്ടം, ശുശ്രൂഷ എന്ന മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ നോക്കുന്ന ചില ജാതീയ ശക്തികളെ തകർക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ പകലാണ് ഈ പകൽ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കാണുന്ന നാലാമത്തെ തോട്ടം എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം, മത്തായി സുവിശേഷം 26-ാം അധ്യായം 36-ാമത് വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവഹിതം തിരഞ്ഞെടുക്കുന്ന തോട്ടം. വായിച്ചാട്ടെ, മത്തായി 26-36 വാക്യം. മത്തായി സുവിശേഷം 26-ാം അധ്യായം 36-ാമത് വാക്യം. യെസ്. അനന്തരം യേശു അവരുമായി ഗദശമന എന്ന തോട്ടത്തിൽ വെച്ച ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. കണ്ടോ, ഗദശമന എന്ന് പറയുന്ന ഒരു തോട്ടം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മുടെ ദൈവ കുഞ്ഞുങ്ങൾ പാടിയല്ലോ, ഗദശമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ, അതിദാരുണമാം കാൽവറി മരണവും എന്നെ ഓർത്ത് സഹിച്ചുവല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗദശമനയിലെ തോട്ടം ഇത് ഒലിവ് മലയ്ക്ക് അടുത്തുള്ള ഒരു തോട്ടമായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണുന്നത്. ഗദശമനയിൽ നമ്മുടെ കർത്താവും
തൻ്റെ ശിഷ്യന്മാരും രാത്രി യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ പെസഹായ്ക്ക് ശേഷം കടന്നു വരികയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, പെസഹ കഴിഞ്ഞല്ലോ, നിങ്ങൾ ഒരല്പം വേറിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുവിൻ. എന്തിനാണ് വേറിട്ട് പോയി പ്രാർത്ഥിക്കാൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ബൈബിളിൽ യേശുവും ശിഷ്യന്മാരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് പ്രാർത്ഥിച്ചതായിട്ട് എഴുതിയിട്ടില്ല. എന്തുകൊണ്ട് ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി യേശു ഒരല്പം മുമ്പോട്ട് പോയി എന്നൊക്കെ വായിക്കുന്നതിന് കാരണം, പിതാവേ, അങ്ങ് എന്നെ അയച്ചതുപോലെ ഞാനിവരെ അയക്കുന്നു എന്ന് യേശു പറയുമ്പോൾ ആമേൻ പറയാൻ ശിഷ്യന്മാർക്ക് പറ്റത്തില്ല. സ്തോത്രം. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുമ്പം ആമേൻ പറയാൻ യേശുവിന് പറ്റത്തില്ല. കാരണം യേശു പാപം ചെയ്തിട്ടില്ല, യേശു കടക്കാരനല്ല. കർത്താവ് ഒരല്പം അങ്ങോട്ട് മാറിപ്പോയി പ്രാർത്ഥിച്ചിട്ട് സ്തോത്രം ഇങ്ങനെ പറഞ്ഞു, കഴിയുമെങ്കിൽ പിതാവേ ഈ പാനപാത്രം. 39 വാക്യം വായിക്കാം. 39 വാക്യം. യെസ്. പിന്നെ യേശു അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, അവിടെ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. സകല മാനവ കുലത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി മഹനീതലത്തിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിലൂടെ പുറത്തു വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തനിക്ക് നേരിടാൻ പോകുന്ന ക്രൂശിലെ മരണമോർക്കുമ്പോൾ, മാനവ കുലത്തിന്റെ പാപം സ്വന്തം തോളിൽ ചുമക്കുന്ന, ഭാരം ചുമക്കുന്ന ആ വേദന ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും. ഏത് പാനപാത്രം? പാപത്തിന്റെ പാനപാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നെ കേൾക്കുന്ന ദൈവമേ, അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ ചുരുക്കാം. അതിന്റെ 44 വാക്യം. 44 വാക്യം. യെസ്, വായിച്ചോളൂ. അവരെ വിട്ടു മൂന്നാമത് പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ. അവന്റെ രക്തം വിയർപ്പ് തുള്ളി പോലെയായി. വിയർപ്പ് തുള്ളി രക്തം പോലെയായി. ഒന്ന് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 44 വാക്യത്തിന് തൊട്ട് മുകളിൽ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം വിയർപ്പ് തുള്ളിയായി താഴേക്ക് പതിയുവാൻ തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് അനുഭവിക്കാൻ പോകുന്ന ആ കണ്ണുനീര് ഓർത്തപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ ഉണ്ടായി. യേശുവിൻ്റെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ ഉണ്ടായി. പ്രാണവേദനയിലായി. രക്തം വിയർപ്പ് തുള്ളിയായി. ഗത്സമൻ തോട്ടത്തിലേക്ക് പതിക്കപ്പെടുമ്പോഴും പ്രമാണം വിട്ട്, വചനം വിട്ട്, ദൈവഹിതം വിട്ട് വലത്തോട്ട് ഇടത്തോട്ട് പോകാൻ തയ്യാറായില്ല കർത്താവ്. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു നല്ല അഡ്മിഷൻ എടുക്കുമ്പോൾ ദൈവഹിതം ചോദിച്ചിരിക്കണം. ഒരു വിദേശ യാത്രയ്ക്ക് നിങ്ങൾക്ക് വിസ റെഡിയാകുമ്പോൾ ദൈവഹിതം ചോദിച്ചിരിക്കണം. നിങ്ങൾക്കൊരു കല്യാണം വരുമ്പോൾ ദൈവഹിതം ചോദിച്ചിരിക്കണം. എന്ത് വന്നാലും ദൈവഹിതം വിട്ട് നിങ്ങൾ മാറിയാൽ അതിന് തിക്താനുഭവം ഭയങ്കരമായിരിക്കും. ഒടുവിൽ പ്രാർത്ഥന പോലും ദൈവം കേൾക്കാതെ വരും. ദൈവഹിതം തിരഞ്ഞെടുക്കുന്ന യേശു പറയുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടം പോലെയല്ല, അവിടുത്തെ ഇഷ്ടം പോലെ തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം വിയർപ്പ് തുള്ളികളായി താഴേക്ക് പതിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച് സ്തോത്രം. ഇന്നേക്ക് 2000 ചിലുവാനും വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി ഗത്സമൻ തോട്ടത്തിൽ പരമയാഗമാക്കപ്പെടുവാൻ പോകുന്ന കർത്താവ് ഇതാ പിടിക്കപ്പെടാൻ പോകുകയാണ്. യേശു രക്തം വിയർപ്പ് തുള്ളികളായി ഒഴുക്കി കരയുമ്പോഴും യേശുവിൻ്റെ ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. ഈ ലോക്ക്ഡൗണിൽ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങുന്നവരെ, ഉറങ്ങുന്നത് ശരീരത്തിന് നല്ലതാണ്, ഉറക്കം ദൈവം തന്നതാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്നാണ് വാക്യമെങ്കിലും പ്രാർത്ഥനയ്ക്കാതെ കിടന്നുറങ്ങുന്നവരെ, ലോകത്തിൻ്റെ പാപത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവരെ, അല്പമെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെ, നിങ്ങളെ ഓർത്ത് കർത്താവ് ദുഃഖിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ പ്രതിസന്ധിയുടെ നടുവിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് യോന കപ്പൽ ആടിയുലയുമ്പോൾ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉത്തരവാദിത്തം ബോധം മറന്ന് ഉറങ്ങിയതുപോലെ ഉറങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ വാസ്തവത്തിൽ കണക്ക് ദൈവം ചോദിക്കും.
Praise the Lord. ഈ സമയത്ത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസന്നിധിയിൽ കരയുന്ന ഭക്തന്മാരുമുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയെ സമയം ചെലവിക്കുന്നവരോട് ദൈവത്തെ സ്തുതിക്കുന്നു. വെറുതെ കറങ്ങി നടന്ന് സമയം കളഞ്ഞ് കിടന്നുറങ്ങി ഭക്ഷിച്ചും സമയം കളഞ്ഞ് അല്പം പോലും പ്രാർത്ഥിക്കാതെ ദൈവമായി നീ ബന്ധപ്പെടാതെ മുമ്പോട്ട് പോയാൽ കണക്ക് ചോദിക്കും ദൈവം. ഈ ലോക്ക്ഡൌണിൽ നിന്റെ ഭവനത്തിന്റെ അകത്ത് വ്യാധനടച്ചിരിക്കാൻ ഗവൺമെന്റും ദൈവവും പറഞ്ഞതിന്റെ കാരണം മറ്റൊന്നുമല്ല. സ്തോത്രം ചെയ്യുന്നു. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട് ഭവനത്തിനകത്ത് കഥ അടച്ചിരിക്കാൻ. സ്തോത്രം ചെയ്യുന്നു. യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. ക്രോധം കടന്നു പോകുവോളം നിന്റെ കൂടാരത്തിൽ വാതിലടച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എൻ്റെ വാക്കുകൾ സ്തോത്രം ചെയ്യുന്നു ഞാൻ കഠിനമാക്കി പറയുന്നു. ദൈവം കണക്ക് ചോദിക്കും. എത്ര പേര് പ്രാർത്ഥിക്കും ഈ ഗത്സമനയുടെ സമയത്ത്? എത്ര പേര് പ്രാർത്ഥിക്കും നമ്മുടെ കർത്താവിനോട് ചേർന്നിരുന്ന്? യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഗത്സമൻ തോട്ടത്തിന് കണ്ണുനീര് കഴിയുമ്പോൾ, വിയർപ്പ് കഴിയുമ്പോൾ, ഇതാ കാൽവറിയിൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ വഞ്ചിച്ച പഴയ പാമ്പിന്റെ തല തകർക്കപ്പെടാൻ പോകുകയാണ്. പഴയ പാമ്പിന്റെ തല തകർക്കപ്പെടാൻ പോകുകയാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ വഞ്ചിച്ച പാമ്പിന്റെ തല ക്രൂശിൽ തകർക്കപ്പെടാൻ പോകുകയാണ്. കരയേണ്ടി വന്നാലും ഭാരപ്പെടരുത്. നിലവിളിക്കേണ്ടി വന്നാലും ഭാരപ്പെടരുത്. ഒറ്റപ്പെടേണ്ടി വന്നാലും ഭാരപ്പെടരുത്. നീ ഒറ്റയ്ക്കേ ഉള്ളൂ പ്രാർത്ഥിക്കാം. നിന്റെ കൂടെയുള്ളവർ ഉറങ്ങുന്നെങ്കിലും ഭാരപ്പെടരുത്. പ്രാർത്ഥിച്ചോ. കാൽവറിയിൽ ഒരു ജയം നിനക്കൊരു ഒരുങ്ങുന്നുണ്ട്. കാൽവറിയിൽ നിനക്കൊരു ജയം ഒരുങ്ങുന്നുണ്ട്. ഏതാണ് ജയം എന്നറിയാമോ? പഴയ പാമ്പിന്റെ തലയെ തകർക്കുന്ന ജയം. എല്ലാ കണ്ണുകളും ഇന്ന് രാവിലെ അടയ്ക്കാമോ? നമുക്ക് ഒന്നിച്ചൊരു അല്പസമയം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം പറയാൻ പോകുകയാണ്. ആയിരിക്കുന്ന സ്ഥലം വിട്ടൊന്ന് എഴുന്നേറ്റ് നിന്ന്, ആയിരിക്കുന്ന ഇടം വിട്ട് എഴുന്നേറ്റ് നിന്ന് എന്നോട് ചേർന്നൊന്ന് അല്പസമയം കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ് രക്തം വിയർപ്പ് തുള്ളികളായി ഒഴുക്കിയ ആ ഗത്സമൻ തോട്ടത്തിൽ പാമ്പ് പരാജയപ്പെട്ടു തുടങ്ങുകയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, എൻ്റെ ദൈവം എന്നെ കൈവിട്ടുവോ? കാൽവറി കിടന്നുകൊണ്ട് ചോദിച്ചു, ഏലി ഏലി ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടുവോ? ഇല്ല മകനെ, ഞാൻ അല്പനേരത്തേക്ക് മാത്രം മുഖം മറച്ചു, എങ്കിലും മഹാകരുണയോട് ചേർത്തുകൊള്ളും. ഞാൻ നിന്നെ കൈവിട്ടത് കൊണ്ടല്ല, എനിക്ക് നിന്നെ വേണ്ടാത്തത് കൊണ്ടല്ല, പിന്നെയോ നീ കാൽവറിൽ അനുഭവിക്കുന്ന വേദന ഒരു വലിയ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. ലോകം കാണുക, ലോകമുള്ള കാലത്തോളം മനുഷ്യർ മുഴുവനും പുകഴ്ത്തുന്ന തരത്തിൽ ഒരു മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹുഡബന ഹദന റബ ശംധരാദന ഗഡഗസിയ ഗ്ലോ ഗദസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗദസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവറി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് പിടിച്ച് അതുകൊണ്ട് വാഴ്ത്തപ്പെട്ട കർത്താവിന് ആരാധന 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 അങ്ങേക്ക് ആരാധന. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ വഞ്ചിച്ച പാമ്പ്, ശിംശോന്റെ കാലത്ത് മനുഷ്യനെ അഭിഷക്തന്മാരെ നോട്ടമിട്ട ബാലസിംഹം, നാബോത്തിന്റെ കാലത്ത് അഭിഷക്തന്റെ തലയ്ക്ക് വില പറഞ്ഞ ഇസബേലിന്റെയും ആഹാബിന്റെയും ശക്തി. എന്നാൽ ഇവയെല്ലാം വെല്ലുന്ന ഒരു ദൈവശക്തി വെളിപ്പെട്ടു ഗത്സമൻ തോട്ടത്തിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. വിശ്വസിക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥിക്കാം. നീ തകർന്ന വ്യക്തിയാണോ? നിന്റെ രക്തം വിയർപ്പ് പോലെ താഴെ വീഴുന്നുവോ? ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? നീ ഭാരപ്പെടുന്നുവോ? നിന്റെ കൂടെ നിന്നവർ അകന്നുപോയോ?
നിന്റെ കൂടെ പ്രാർത്ഥിക്കേണ്ടവർ ഉറങ്ങുന്നുവോ? പേടിക്കരുത്, ധൈര്യമായിരിക്കെ. നിനക്കൊരു ഉയർപ്പിന്റെ പ്രഭാതം വരുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി അനേകരെ തൊട്ടുകൊണ്ടിരിക്കുന്ന എനിക്കറിയാം. ഈ വചനത്തിന്റെ ശക്തി അനേകരെ ജീവിതങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പകലാണ്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭ കെട്ടിയടയ്ക്കപ്പെട്ടവരെ തോട്ടം എന്നുള്ള വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ട് അവിടുത്തെ ആത്മാവ് ഇടപെട്ടതുകൊണ്ട് സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ, മാനവജാതിയെ പാപത്തിലേക്ക് തള്ളിയിട്ട പാമ്പ് എന്ന ആ സ്തോത്ര പിശാച് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ കയറി വന്നെങ്കിൽ ഇതാ അവരെ തകർക്കുന്ന മറ്റൊരു തോട്ടം, ഗസമൻ തോട്ടം, നിങ്ങളുടെ പ്രാണനാഥന്റെ രക്തം വിയർപ്പ് തുള്ളിയായി വീണ ആ തോട്ടം. ഹല്ലേലൂയ. ആ തോട്ടത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആ വീണ്ടെടുപ്പിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് മഹത്വം വെളിപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് ഒരു മഹത്വം വെളിപ്പെടുത്തണമേ. കണ്ണുനീരോടിരിക്കുന്ന സകലരും സൗഖ്യം പ്രാപിക്കട്ടെ. കടഭാരത്തിൽ കഴിയുന്നവർക്ക് നന്മകൾ ഉണ്ടാകട്ടെ. ദുഃഖത്തിൽ കഴിയുന്നവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. സകല കുടുംബങ്ങളിലും ഇന്ന് രാവിലെ ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരട്ടെ. കൊറോണയാലും മറ്റും ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മേൽ ഞങ്ങളുടെ കര വയ്ക്കണമേ. കൊറോണ പോസിറ്റീവായിരിക്കുന്ന, കോവിഡ് പോസിറ്റീവായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് രാവിലെ അവിടെ ശരീരങ്ങളിലേക്ക് ഈ രക്തത്തിൻ്റെ ശക്തി പാചകലുവാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് കൂടി ആരാധിക്കുമ്പോളും ചിറകിൻ്റെ മറവിൽ മറയ്ക്കണം. മഹത്വം മുഴുവൻ അങ്ങയ്ക്ക്. ലോകത്തിലെ സകല വിശുദ്ധന്മാരെയും വിശുദ്ധ മതികളെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച് സമാധാനത്തോടെ കാക്കണം. ജീവനുള്ള നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നാം എല്ലാവരോടും, സഭയിലെ മുഴുവൻ കുടുംബങ്ങളും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ വരുവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.